Hi everybody, welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ അതിൽ സെക്ഷൻ 3, 5, 6 എന്നിവ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 നെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ സെക്ഷൻ 2 പ്രകാരം പറയുന്നത് എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാം. അത് പറയുന്നത് റിക്വയർമെൻറ്റ് ആസ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിസർവ് തുടങ്ങിയവ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഏതൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും മിനിമം അല്ലെങ്കിൽ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്, അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും റിസർവുകളുടെയും അഗ്രിഗേറ്റ് വാല്യൂ അല്ലെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1,00,000 കൂടുതലായിരിക്കണം. അല്ലെ, അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും റിസർവുകളുടെയും ടോട്ടൽ എടുത്താൽ അത് 1,00,000 കൂടുതലായിരിക്കണം. അത് 1,00,000 താഴുകയാണെങ്കിൽ അത്തരത്തിലുള്ളൊരു കോപ്പറേറ്റീവ് ബാങ്കിന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങാനോ അവകാശമില്ല. അല്ല, ഏതൊരു കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെയും റിസർവുകളുടെയും ടോട്ടൽ വാല്യൂ 1,00,000 കൂടുതലായിരിക്കണം. അല്ലെ, പിന്നെ അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ ഇവിടെ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാല്യൂ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വാല്യൂ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുക്ക് വാല്യൂ, മാർക്കറ്റ് വാല്യൂ ഒന്നുമല്ല. മറിച്ച് എന്താണ്, നബാർഡും RBIയും അത്തരത്തിലുള്ള ബാങ്കുകളിൽ ഇൻസ്പെക്ഷൻ നടത്തുമ്പോൾ അവർ അപ്രൂവ് ചെയ്യുന്ന എന്താണ് എക്സ്ചേഞ്ച് വാല്യൂ ആണ്. അതാണ് ഇവിടെ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബാർഡും RBIയും ഒക്കെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ അവർ അപ്രൂവ് ചെയ്യുന്ന എക്സ്ചേഞ്ച് വാല്യൂ ആണ്. അപ്പോൾ ഇതാണ് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത്. അല്ലേ, ഏതൊരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും മിനിമം അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് 1,00,000 കൂടുതലായിരിക്കണം, കുറയാൻ വേണ്ടി പാടില്ല എന്നാണ്. ഇനി സെക്ഷൻ 18 പ്രകാരം എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ക്യാഷ് റിസർവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ക്യാഷ് റിസർവ് റേഷ്യോ ആണ് എന്ന് സൂചിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. CRR ആണത് ക്യാഷ് റിസർവ് റേഷ്യോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അല്ലേ, കോപ്പറേറ്റീവ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകളല്ലാത്ത നിലക്ക്, അല്ലെ, കോപ്പറേറ്റീവ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകളല്ല. അല്ലെ, ഒറ്റ കോപ്പറേറ്റീവ് ബാങ്കിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ, ഷെഡ്യൂൾഡ് ബാങ്ക് എന്നുള്ള പദവി കിട്ടുള്ളൂ. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കാണ്. അല്ലെ, കോപ്പറേറ്റീവ് ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകളല്ലാത്ത നിലക്ക് അവർ എന്ത് ചെയ്യേണ്ടതാണ്, ക്യാഷ് റിസർവുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെ, ഷെഡ്യൂൾഡ് ബാങ്കുകളും ക്യാഷ് റിസർവുകളും മെയിൻറ്റെയിൻ ചെയ്യണം. അത് പിന്നെ RBI ആക്ട് പ്രകാരം പറയുന്നതാണ്. ഇവർ ഷെഡ്യൂൾഡ് ബാങ്കുകൾ അല്ലാത്ത നിലക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളും എന്ത് ചെയ്യണം, ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അതെങ്ങനെയാണ്? അത് RBIയുടെ കറണ്ട് അക്കൗണ്ടിലാകാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാനത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലാകാം, അങ്ങനെ ഏത് വിധേനയും ആകാം. ഏത് റേറ്റിലാണ് ഇവർ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ 3% വെച്ചിട്ടാണ്. 3% ഇവർ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ 3%. എന്താണ് ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? അല്ല, ഇപ്പോൾ ബാങ്കുകളുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റുകളാണ്, പ്രധാനമായിട്ടും ഡെപ്പോസിറ്റുകളാണ് വരിക. അല്ല, അതാണല്ലോ അവരുടെ ലയബിലിറ്റി ആയിട്ട് വരിക. ലോണുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അസറ്റുകളാണ്. അപ്പോൾ ഡിമാൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സേവിങ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ ഒക്കെ എന്താണ്, അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റുകളൊക്കെ ഡിമാൻഡ് ലയബിലിറ്റിയാണ്. അല്ലേ, ആ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുമ്പോൾ ആ പൈസ എടുത്ത് കൊടുക്കണം. ഇനി ടൈം ലയബിലിറ്റി എന്താണ്? ഒരു പ്രത്യേക ടൈമിന് ശേഷം പേയബിൾ ആകുന്ന ലയബിലിറ്റീസാണ്. ഉദാഹരണം ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ അങ്ങനെയാണ്. അല്ല, ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് 5 വർഷം കഴിഞ്ഞാലേ അത് പേയബിൾ ആകുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിന് 3% ക്യാഷ് റിസർവായിട്ട്
3% ക്യാഷ് റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ദ സെക്കൻഡ് പ്രൊസീഡിങ് ഫോർ നൈറ്റ്, അല്ലേ? സെക്കൻഡ് പ്രൊസീഡിങ് ഫോർ നൈറ്റിൻ്റെ ലാസ്റ്റ് ഫ്രൈഡേ, അതായത് ഒരു മാസം അവസാനിക്കാൻ ഒരു മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ തൊട്ട് മുന്നത്തെ വെള്ളിയാഴ്ച ആണ് ഇവർ എന്ത് ചെയ്യേണ്ടത്? ഇതിൻ്റെ റിട്ടേൺസ് നൽകേണ്ടതായിട്ടുള്ളത്, അല്ലേ? എല്ലാ ഒരു മാസത്തിൽ എല്ലാ ദിവസവും ഇത് എന്ത് ചെയ്യണം? ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ അതിൻ്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് എപ്പോഴാണ്? സെക്കൻഡ് ഒരു മാസം അവസാനിക്കാൻ ഒരാഴ്ച, അല്ല ഒരു മാസത്തെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ തൊട്ട് മുന്നത്തെ വെള്ളിയാഴ്ചയാണ് ഇതിൻ്റെ റിട്ടേൺസുകൾ ഫയൽ ചെയ്യേണ്ടത്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൽ പറയുന്നത്? സെക്ഷൻ 80 പറയുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോയിൽ പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോയിൽ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ല, വേറൊന്നുമല്ല, എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്ക് അല്ലാത്ത നിലയ്ക്ക് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം. അത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം? RBIയിലുള്ള RBIയിൽ ആ ബാങ്കുകൾക്കുള്ള കറണ്ട് അക്കൗണ്ടിൽ സൂക്ഷിക്കാം. അതല്ലെങ്കിൽ ഏത് സംസ്ഥാനത്താണ് അത് പ്രവർത്തിക്കുന്നത് ആ സംസ്ഥാനത്തെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ സൂക്ഷിക്കാം, അല്ലേ? അങ്ങനെ ഏത് രീതിയിലെങ്കിലും സൂക്ഷിച്ചാൽ മതി. ഏത് റേറ്റിലാണ്? ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിന് 3% സൂക്ഷിക്കേണ്ടത്. അതുപോലെ തന്നെ ഓരോ മാസവും അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടതാണ്. ഓരോ മാസത്തെയും അവസാനത്തെ വെള്ളിയാഴ്ചയുടെ തൊട്ട് മുന്നത്തെ വെള്ളിയാഴ്ചയാണ് റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലായി. ഇനി സെക്ഷൻ 19 പ്രകാരം എന്താണ് പറയുന്നത് നോക്കാം. റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ് ഇൻ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഷെയറുകൾ പർച്ചേസ് ചെയ്യുന്നതിലെ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതിലെ നിയന്ത്രണത്തെക്കുറിച്ചിട്ടാണ് സെക്ഷൻ 90 പറയുന്നത്, അല്ലേ? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഷെയർസ് തോന്നിയതുപോലെ വാങ്ങാനും ഹോൾഡ് ചെയ്യാനൊന്നും കഴിയില്ല. അതിന് RBI ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നോ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൾ ഹോൾഡ് ദ ഷെയർസ് ഓഫ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എക്സെപ്റ്റ് സച്ച് എക്സ്റ്റെൻറ്റ് ആൻഡ് സബ്ജക്റ്റ് ടു സച്ച് കണ്ടീഷൻസ് ആസ് RBI മേ സ്പെസിഫൈ. എന്താ പറയുന്നത്? വേറൊന്നുമില്ല, ഒരു കോപ്പറേറ്റീവ് ബാങ്ക് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും മറ്റു കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എന്തിനു വിധേയമായിരിക്കണം? RBI അതുമായി ബന്ധപ്പെട്ട് നിഷ്കർഷിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾ അനുസരിച്ച് വേണം, അതല്ലെങ്കിൽ ആ നിയന്ത്രണങ്ങൾ അനുസരിച്ച് കൊണ്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ അവർ ഒരു പ്രത്യേക ലിമിറ്റ് വെച്ചിട്ടുണ്ട്, ആ ലിമിറ്റിനകത്തും ആകണം, അല്ലേ? RBI ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും മറ്റു കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് RBI നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്തുമായിരിക്കണം? അവർ നിഷ്കർഷിച്ചിട്ടുള്ള ലിമിറ്റിൽ കൂടാനും പാടില്ല. ഇത് അപ്ലിക്കബിൾ അല്ലാത്ത രണ്ട് കേസുകളുണ്ട്. അതാണ് താഴെ പറയുന്നത്. നോട്ട് അപ്ലിക്കബിൾ ഫോർ ഷെയർസ് അപ്പിയർഡ് ത്രൂ ഫണ്ട്സ് പ്രൊവൈഡ് ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ദാറ്റ് ബിഹാഫ്. അല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് പകരം അവരെന്ത് ചെയ്തിട്ടുണ്ട്? അല്ലെ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട് കൊണ്ട് അവർ ആവശ്യപ്പെടുന്ന ഷെയറുകളിൽ ചില കോപ്പറേറ്റീവ് സൊസൈറ്റികളോട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടും. അല്ലെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ചില കോപ്പറേറ്റീവ് സൊസൈറ്റികളോട് മറ്റേതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനത്തെ കേസിൽ ഈ RBIയുടെ നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നോക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ലിമിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ DCBകൾക്ക് അല്ല, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇവിടെ ഒരു C കൂടിയിട്ടുണ്ട്, DCB എന്നായിപ്പോയി, DCB എന്നേ ഉള്ളൂ. അല്ല, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നതിലും ഈ നിയമം പാലിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ കേസിലും RBI പറയുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ, അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ലിമിറ്റിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ഷെയറുകൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഈ സെക്ഷൻ 20 എന്താണ് പറയുന്നത്? റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അല്ലെ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് നൽകുന്നതിലെ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സെക്ഷൻ 20 പ്രകാരം പറയുന്നത്. അതായത് വേറൊന്നുമല്ല, ഒരു കോപ്പറേറ്റീവ് ബാങ്കിലും ഒരു കോപ്പറേറ്റീവ് ബാങ്ക് അതിൻ്റെ
ഒരു കോപ്പറേറ്റീവ് ബാങ്കും അതിൻ്റെ സ്വന്തം ഷെയറുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ നൽകാൻ വേണ്ടി പാടില്ല. അല്ല, സ്വന്തം ഷെയറുകൾ സെക്യൂരിറ്റി ആയിട്ട് എടുത്തുകൊണ്ട്, അല്ലെ എന്താ പറയുക, ഈടായിട്ട് എടുത്തുകൊണ്ട് അതിനെതിരെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയും ലോൺ നൽകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ പറയുന്ന വേറെ കാര്യം എന്താണ്, വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഡയറക്ടർക്ക് അല്ലെ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ സ്വന്തം ഡയറക്ടേഴ്സിന് അൺസെക്യൂർഡ് ലോണുകൾ നൽകാൻ വേണ്ടി പാടില്ല. ജാമ്യമില്ലാത്ത ലോണുകൾ നൽകാൻ വേണ്ടി പാടില്ല. അതായത് ഈടില്ലാത്ത ലോണുകൾ നൽകാൻ വേണ്ടി പാടില്ല. അല്ല, ഇപ്പോൾ ഒരു ഡയറക്ടർക്ക് എന്ത് ചെയ്യാം, ലോൺ നൽകുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ എന്ത് ചെയ്യണം, സെക്യൂരിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കണം. അല്ലേ, എന്തെങ്കിലും സ്വർണമോ അല്ലെങ്കിൽ അയാളുടെ ഭൂമിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോപ്പർട്ടിയോ ഈടായിട്ട് എടുത്തുകൊണ്ടായിരിക്കണം ലോൺ നൽകേണ്ടത്. അല്ലാതെ ലോൺ നൽകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഒരു ഡയറക്ടർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫേമിനോ കമ്പനിക്കോ ലോൺ നൽകാൻ വേണ്ടി പാടില്ല. അല്ല, ഒരു ഡയറക്ടർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ അയാൾ മാനേജ്മെൻറ്റിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഫേമിനോ കമ്പനിക്കോ കോപ്പറേറ്റീവ് ബാങ്ക് എന്ത് ചെയ്യാൻ പാടില്ല, ലോൺ നൽകാൻ വേണ്ടി പാടില്ല. അതാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻ. അല്ല, ഒരു കോപ്പറേറ്റീവ് ബാങ്കും അതിൻ്റെ സ്വന്തം ഷെയർസിനെതിരെ ലോൺ നൽകരുത്. സ്വന്തം ഷെയർസ് ഈടായിട്ട് എടുത്തുകൊണ്ട് അതിനെതിരെ ലോൺ നൽകാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തത്, അതിൻ്റെ ഡയറക്ടർക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോൺ നൽകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ടർക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലേ ഫേമുകളിലോ കമ്പനികൾക്കോ ലോൺ നൽകാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇതിന് തൊട്ട് താഴെ പറയുന്ന 2 പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ, കോപ്പറേറ്റീവ് ബാങ്കുകൾ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായ ലോണുകൾ നൽകുകയാണ് എങ്കിൽ, അല്ല അങ്ങനത്തെ ലോണുകൾ കണ്ടുപിടിക്കപ്പെടുന്ന പക്ഷം, അതിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ലോണുകൾ നൽകപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടാൽ, അതിൻ്റെ താല്പര്യങ്ങൾക്കല്ല, ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ലോണുകൾ നൽകപ്പെട്ടതായി ശ്രദ്ധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാം, ആർ ബി ഐക്ക് അത്തരത്തിലുള്ള ലോണുകൾ ഭാവിയിൽ നൽകുന്നതിൽ നിന്ന് അതിനെ തടയുന്ന എന്തെങ്കിലും നടപടികൾ എടുക്കാം. അതുപോലെ തന്നെ അതിന് ഫിറ്റാവുന്ന ഏത് നടപടിയും എടുക്കാം. അല്ലെ, ആർ ബി ഐക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിപുലമായ അധികാരമുണ്ട്. അല്ലെ, ഏത് നടപടിയും ആർ ബി ഐക്ക് കൈക്കൊള്ളാം. അത് തടയാൻ ഉതകുന്ന അല്ലെങ്കിൽ അത് വൈപ്പ് ഔട്ട് ചെയ്യാൻ ഉതകുന്ന ഏത് നടപടിയും ആർ ബി ഐക്ക് എടുക്കാം. ഇത്തരത്തിലുള്ള ഡെപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ലോണുകൾ നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെട്ടാൽ ആർ ബി ഐക്ക് അത് തടയാനുള്ള അല്ലെങ്കിൽ അത് ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, എന്ത് നടപടി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതാണ് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത്. നമ്മൾ 3 സെക്ഷൻസാണ് നമ്മൾ പറഞ്ഞത്. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പറഞ്ഞു, സെക്ഷൻ 18 പറഞ്ഞു, അതുപോലെ സെക്ഷൻ 19 പറഞ്ഞു, അതുപോലെ തന്നെ 4 എണ്ണം പറഞ്ഞു, സെക്ഷൻ 20 കൂടി നമ്മൾ പറഞ്ഞു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.